പുതിയ ആൾക്കാര് വചനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാം. ആമേൻ. ഒന്നാം സങ്കീർത്തനം Psalm 1 വാക്യപ്രതി വാക്യമായി പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് പരിചയമുള്ളൊരു ആമേൻ സങ്കീർത്തനമാണല്ലോ ആമേൻ ഒന്നാമത്തെ സങ്കീർത്തനം. ഹല്ലേലൂയ. ഒന്നാം പുസ്തകം ആമേൻ സങ്കീർത്തനങ്ങൾ ഒന്നാം പുസ്തകത്തിലെ ഒന്നാമത്തെ സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസത്തിന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അവനാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അടുത്ത രണ്ടു വാക്യങ്ങൾ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയുടെ ദിവസം താനിരിക്കാമല്ലോ. പ്രിയ സൂസൻ ഇവിടെ കടന്നു വന്ന് ദൈവം തനിക്ക് കൊടുത്ത ചിന്തകൾ അവൻ സംഗീതത്തിൽ നിന്ന് നമ്മോട് പ്രബോധിപ്പിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാമല്ലോ ദിവസം തന്നെ. Thank you. May God's name be glorified. Amen. I praise and thank God for the opportunity God has given me to stand before you all with the psalm. As you all know, I'm not a person who had stand before big crowds or big audiences. Possibly you all know my testimony by this time. I was born and brought up in a Jacobite family. You know, in traditional Christian churches, as a layman, you don't have to go forward and minister anything or say anything. Often there are ministers anointed or appointed and they will do. The ministry you only have to say, a Kyrie eleison or Amen or Hallelujah or just as to join with them in singing. Other than that, you don't have to go and face an audience at all. But by God's grace, because of His divine plan, God gave me an opportunity to know and taste this good God and come into His grace and in faith. ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞിലെ തന്നെ ഇങ്ങനെ പാസ്റ്റർ ഓരോന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും അവര് കുഞ്ഞല്ലേ കുഞ്ഞല്ലേ എന്ന്. എന്നാല് അവരിന്ന ദിവസങ്ങളിൽ പ്രാഗൽഭ്യത്തോടെ നിൽപ്പാൻ അതുകൊണ്ട് ദൈവം ഇടയാക്കി. I often right now remember when my children were so young, from the young age itself, pastor used to make them stand and say the word of God, but many times I did not like it. I used to say that, the children, why are you doing so? But now when I see them standing with the word of God, it gives me joy. So that when, the word of God says, train a child in the way he shall go, and he will never depart from it. So from ബാലൻ നടക്കുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ഒരു കാര്യം എപ്പോഴും ഓർത്തോളം ദൈവമക്കള്, അടയ്ക്കായിരിക്കുമ്പോ മടി വെക്കാം, കമുകായ ശേഷം മടി വെക്കാൻ പറ്റില്ല. അനേകര് നന്നാക്കാൻ നോക്കുന്നത് വലുതായ ശേഷം ഒരിക്കലും നിന്റെ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഒന്ന് നീ മാതൃകയായിരിക്കണം. നിന്റെ കുഞ്ഞുങ്ങളെയും വചനം പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിച്ചില്ലെങ്കിൽ നീ ആരാധനയ്ക്ക് പോകും, നിന്റെ കുഞ്ഞുങ്ങൾ നിന്നോടുകൂടെ കാണത്തില്ല. അവർക്കുണ്ടാകണം തീഷ്ണത ദൈവത്തെ കുറിച്ച്, അവരുടെ ഉള്ളിൽ വെളിച്ചം ഉണ്ടാകണം. ആമേൻ. അതുകൊണ്ട് ഈ ഒന്നാം സങ്കീർത്തനത്തിൽ നിന്ന് ദൈവം എനിക്ക് തന്ന ഏതാനും ചിന്തകള് So today I'm aiming and praying that share some thoughts God has given me from Psalm 1 in my heart. The message, the theme God has given as a church for us this year is a year of growth. This year of growing spiritually and growing in the way of the Lord and to the head Christ. This is a year of growth. ഈ സങ്കീർത്തനത്തിലൂടെ ക്രിസ്തു എങ്ങനെ ഒരു നല്ല വൃക്ഷമായിരിക്കണം,
എങ്ങനെ ആ വൃക്ഷത്തിൽ നിന്ന് ആ ഉടമസ്ഥൻ ഫലം ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമുക്ക് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. So through this psalm which we have read, Psalm number 1, we can see, how as a plant, as a tree, you shall grow. What is expected of you, as the gardener, when, he plants a tree, what it shall be expected, and what all things shall we do as a plant, as we grow. I would like to, think about few things about those. ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഈ സങ്കീർത്തനത്തിലെ 3 ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ദുഷ്ടന്മാര്, രണ്ടാമത് പാപികള്, മൂന്നാമത് പരിഹാസികൾ. So first verse when you read it says, so blessed is the man that walketh not in the counsel of the wicked, nor standeth in the way of the sinners, nor sitteth in the seat of mockers. 3 group of people is mentioned in that first verse. The first group is, they are called wicked, and the second group is sinners, and the third group is scoffers. ദുഷ്ടന്മാർക്ക് വെച്ചാല് എപ്പോഴും ദുഷ്ടത നിരൂപിക്കുന്നവർ. ഏതൊരു കാര്യം ഉണ്ടായാലും അതിലത് ദുഷ്ടത മാത്രം നിരൂപിച്ച് അതിലൊരു അനന്തരഫലം കാണുന്നവരാണ് ദുഷ്ടന്മാര്. And you know who wicked is? Wicked always think wicked ways, and they don't think as per the word of God or as per God. Always they look evil in things, and they always, the heart is intended to do evil. പാപികളെന്ന് വെച്ചാൽ അവരെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് കിടക്കുന്നവരെ എന്തൊക്കെ പാപങ്ങൾ ചെയ്യാൻ സാധിക്കും, അതൊന്നും അവരുടെ ജീവിതത്തിൽ അതൊരു തെറ്റായിട്ട് അവർക്ക് തോന്നാറില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നതൊക്കെ പാപമായിരിക്കും. അങ്ങനെ പാപികൾ ജീവിക്കുന്നു. And sinners, the next group is that they, from the time they wake up till the time they go to bed, always the thoughts are about sin, how to do sin. Since they don't see anything wrong with it, they don't know what they're doing, and they keep on doing it, and they have no guilty feeling. മൂന്നാമത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. പരിഹാസികൾ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം അത് ഏറ്റവും നല്ല കാര്യമായിരുന്നാലും അവരെ പരിഹസിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അവർക്ക് അതിനെ കുറിച്ചും അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ പരിഹസിക്കുക, അവരെ താഴ്ത്തി കെട്ടുക എന്നുള്ളതാണ് പരിഹാസികൾ. The next group of people, the word of God says here, is scoffers. They often put down people, they talk down about people, they make fun of people, and they enjoy making fun of other people or putting down people. So they don't worry about it. It doesn't even prick their conscience. They always want to talk about others down, trodden others, and make fun of others. അങ്ങനെ ഈ ഒന്നാം അധ്യായത്തില് നിൽക്കുകയും നടക്കുകയും ഇരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് പറയുക, ദുഷ്ടന്മാരെ കുറിച്ച് തന്നെ. So in the first verse, you can read that, you can walk, you can sit, and also you can walk, you can stand, and you can sit, in their ways. That's what you can see in the first verse. രണ്ടാമത്തെ വാക്യം, യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ചവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. But there's another group of people. Those people are people, but they delight in the law of Jehovah, and on His law that they meditate day and night. നീതിമാന്മാർക്ക് മാത്രമേ ഇത് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിപ്പാൻ, ദൈവത്തിന്റെ വചനങ്ങളെ തിരയുവാൻ, അതിന്റെ സത്യങ്ങളെ ആരായുവാൻ, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ദൈവസന്നിധിയിൽ സങ്കടം ബോധിപ്പിച്ച് കരയുവാൻ, അതൊക്കെ ഒരു നീതിമാന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇങ്ങനെ നമ്മള് ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയുന്നു. രാജകൽപ്പന ദാനിയേലിനെതിരായി സിംഹക്കുഴിയിൽ ഇടാനുള്ള രാജകൽപ്പന വന്നിട്ടും ദാനിയേല് ദിവസവും ചെയ്തു വന്നതുപോലെ. അന്ന് തലേദിവസം രാജകൽപ്പന വരുന്നതിന് മുമ്പ് വരെ ദാനിയേല് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം അവന്റെ വാതിലുകൾ യെരുസലേമിന് നേരെ തുറന്നിട്ട് യെരുസലേമിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ആ വലിയ ഒരു വിപത്താണ് അവന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. എന്നിട്ടും എന്ന് ചെയ്തു വന്നിരുന്നത് പോലെ തന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഒരു അവസ്ഥ. Who can rejoice in the word of God? Who can delight himself in the word of God? Only righteous people can. And we can see like Daniel, he was a righteous person who served the Lord, who wanted to follow the Lord, who wanted to keep his separation from the world. He was set apart person. So you can see in his life, not only while everything was good, but even when things are bad. He used to do the same thing. He used to meditate upon the Lord. He used to take time in the morning, afternoon, and the evening. He used to open his window towards Jerusalem. And as usual, he used to pray. Not only when everything was good, even when everything was bad.
his prayer was consistent. It's not like when problem happened, his prayer increased, or when there was no problem, prayer was less. Not like that. Consistent. That's what spiritual growth is. A righteous man, only a righteous man and can meditate and rejoice in the word of God. Only he can pray consistently in midst of everything. അതുപോലെ റൈറ്റസ് ആയിട്ടുള്ള, അതായത് നീതിമാനായിട്ടുള്ള മനുഷ്യനെ കുറിച്ചാണ് മൂന്നാമത്തെ ആ വാക്യത്തിലും പറയുന്നത്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ. Again about the righteous man is the next verse. Verse number 3. It says, and he, that righteous person, shall be like a tree planted by the streams of water, that bringeth forth its fruit in its season. Whose leaf also doth not wither, and whatsoever he doeth shall prosper. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഞങ്ങൾക്ക് പ്രത്യേകിച്ചും അറിയാം, ആറ്റിന്റെ തീരത്ത് താമസിക്കുന്നവരായതുകൊണ്ട്. അതെപ്പോഴും നല്ല പച്ച ഇലകളോടുകൂടി ആയിരിക്കും. അതിൽ മിക്കപ്പോഴും ഫലങ്ങൾ കാണും. കാരണം അല്ലാതെ ഉഷ്ണത്തിൽ നശിച്ചു പോകുന്ന വൃക്ഷങ്ങൾക്കൊക്കെയും അതിന് തക്കതായ സമയത്ത് മഴകൾ ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു വെറുതെ അതവിടെ നിൽക്കും, അല്ലെങ്കിൽ അതിലൊരു ഫലങ്ങളും കാണത്തില്ല. എന്നാൽ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം ആഴത്തിലേക്ക്, അതായത് വെള്ളം നനവ് മണ്ണിനുള്ളതുകൊണ്ട് ആഴത്തിലേക്ക് വേരൂന്നുവാൻ ആ വൃക്ഷത്തിന് വേഗത്തിൽ സാധിക്കും. ഉയരത്തിൽ അത് നല്ല ഫലങ്ങളെ കായ്ക്കുവാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾക്ക് സാധിക്കും. So this verse speak about again the righteous person. It's compared to a tree by a riverside. Since we live back in India, along the riverside, we know about the trees. How great it is, how strong it is. How leafy it is, how green it is. A tree planted by the river. Because the reason is that the root of the tree can go down and can get a lot of water and nutrients, and it can grow up strong. It's such a way is a righteous man, who rejoices within the Lord. It's like a tree planted by the river. Because it will never wither. In every season, it will be fresh and greenery, and all season it will bear fruit. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തില് ഏദൻ തോട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ഏദൻ തോട്ടത്തില് ഒഴുകിക്കൊണ്ടിരിക്കുന്ന 4 നദികള്, അതായത് പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത് എന്നീ 4 നദികൾ അത് ശാഖകളായി പിരിഞ്ഞ് അതിന്റെ തീരത്തുണ്ടായിരുന്ന വൃക്ഷങ്ങളൊക്കെയും 12 മാസവും 12 തരം ഫലങ്ങൾ അതിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അത് നന്മകളാകുന്ന ഫലങ്ങള്, ദൈവം ആഗ്രഹിക്കുന്നതായ തക്കതായ ഫലങ്ങൾ കായ്പാന് ആ നദീതീരത്തുണ്ടായിരുന്നു. അത് അതിനോടൊപ്പം തന്നെ പറയുന്നു അത് രോഗശാന്തിക്ക് ഉപകരിക്കുമെന്ന്. അതിന്റെ വൃക്ഷഫലങ്ങൾ ഭക്ഷിച്ചാൽ അത് രോഗശാന്തിക്ക് ഉപകരിക്കുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ നദികളുടെ ചുറ്റുമുള്ള വൃക്ഷങ്ങൾക്ക് സാധിക്കും. If you look into the Genesis, you can see about the Garden of Eden before sin, before man fell into sin. In the Garden of Eden, when God created the Garden of Eden, Bible teaches that there was rivers that watered this Garden of Eden. Its name is Pishon, Gihon, Hiddekel, and Frat. These rivers went and watered the Garden of Eden, and the trees in the Garden of Eden was really medicinal. But at the time there was no sin, there was no need of this medicinal tree. But still, in original, when God created things, and this is the same thing is going to happen later. When God is going to come back, our Christ is going to come back and rule in this year. And also it talks about in the New Jerusalem. Also it speaks about those things. So these, trees you can see planted by that river. It was bearing fruit. Every month. All 12 months it bare fruit. And again, the leaves of this tree was useful for the healing of Gentiles. Bible talks about those things. അതുകൊണ്ട് നമ്മൾക്ക് ഈ അമേരിക്കയിലുള്ള മിക്ക മലയാളികളുടെ വീടുകളില് ചൂടുകാലത്ത് കൃഷികളൊക്കെ ഉണ്ട്, എനിക്കും ഉണ്ട്. You know that in America, most people has kitchen garden who has some backyard. They do kitchen garden. If you're from Kerala, most of the people will, plant some, vegetables, some things. You all know that we all have kitchen garden. Even I do have one too. അതിന് നമ്മുടെ അമേരിക്കയിലെ ചൂടുകാലം എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണല്ലോ. രാവിലെയും വൈകുന്നേരം അത് ചെറിയ തൈ മുതൽ രാവിലെയും വൈകുന്നേരം അതിന് വെള്ളം ഒഴിച്ചാലേ അത് വാടാൻ നിൽക്കത്തുള്ളൂ. കാരണം എനിക്ക് ഈ ചെടികളും ബാക്കാർഡിൽ ഇച്ചിരി കൃഷികളൊക്കെ കൂടാതെ എനിക്കൊരു ഫ്രൂട്ട്സ്, ഒരു പെർസിമോൺ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിന്റെ മരമുണ്ട്. അത് വെച്ച വർഷം ഞാൻ തനിയെ നാട്ടിൽ പോയി.
അവിടെ ചെന്നിട്ട് ഞാൻ എന്നും വിളിക്കുമ്പോ ഇങ്ങനെ ഇവരോട് പറയും, അല്ലത്താനോട് പറയാം, മരത്തിനകത്ത് തൈക്ക് വെള്ളം ഒഴിക്കാൻ മറന്നുപോലെ എന്ന് പറയും. എന്നിട്ട് മോനോട് ക്രിസ്റ്റിമോളോട് ഞാൻ പറയും, അവളെ മോനെന്ന് വിളിക്കുന്നു, ക്രിസ്റ്റിമോനെ പേർസിമോനെ വെള്ളം ഒഴിക്കാൻ മറന്നുപോലെ എന്ന് പറയും. അങ്ങനെ ആ ഒരു നമ്മളെ നടുന്ന ആൾക്ക് മാത്രമേ അതിനോടുള്ള ആ വൃക്ഷം വളർന്ന് അതിൽ നിന്ന് ഫലം ഉണ്ടാകണമെന്നുള്ള ആ ഒരു താല്പര്യം ഉണ്ടാകത്തുള്ളൂ. മറ്റുള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളില്ലെങ്കിലും ഉടമസ്ഥന് അതിൽ നിന്നും നല്ല ഫലങ്ങൾ കായ്പാൻ, അതിന് എപ്പോഴും രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിക്കണം, അതിൽ നിന്ന് നല്ല ഫലം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. അതുപോലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല ഫലങ്ങൾ കായ്ക്കാനാണ്. അതുകൊണ്ട് നമ്മൾ രാവിലെയും വൈകുന്നേരം മാത്രമല്ല, നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെയും ദൈവവചനം വായിപ്പാന്, ധ്യാനിപ്പാന്, ദൈവത്തിന്റെ ആ വലിയ വൻകൃപകളെ കുറിച്ച് ചിന്തിപ്പാന്, റിജിൽ ബ്രദർ പറയുന്ന പോലെ ഒരാളോടെങ്കിലും ദൈവത്തെ കുറിച്ച് ഒരു ദിവസം പറയുവാന്, അല്ലെ ദൈവം സ്നേഹിക്കുന്നു പറയാം. മിക്കവാറും ആർക്കൊന്നും ഇഷ്ടമില്ലായിരിക്കും ദൈവത്തെ കുറിച്ച് പറയുന്നത്. നമുക്ക് പ്രത്യേകം ഈ രാജ്യത്തെ ജോലി ചെയ്യുമ്പോൾ അറിയാം, ദൈവം ഇല്ലാതെ നടക്കുന്നവരാണ് മുക്കാലും ആൾക്കാർ. അവരോട് ദൈവം സ്നേഹിക്കുന്നെന്നോ പറയുന്നവർക്ക് ഇഷ്ടമല്ല. എന്നാലും നമ്മൾ ചെയ്യുന്ന നമ്മുടെ കടമ നമ്മൾ ചെയ്യുക, ദൈവത്തെ കുറിച്ച് ഒരാളോടെങ്കിലും പറയുക, അല്ലെ നമ്മുടെ ആ ഒരു ഇടപെടലിലൂടെ ദൈവത്തിന്റെ സ്നേഹം കാണിക്കുക. അതൊക്കെയാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. And you know, as a gardener, like a kitchen gardener, I used to have my kitchen garden. And we all know in America, we plant garden at the summertime. And you know, American summertime is so hot and heat driven. And if you don't water the plants morning and evening, the plants won't grow. This vegetable garden won't, come up. So often, you know, as a planter of the garden, I always care about watering the plants. Also, I had another plant called persimmon. In the first year, when we planted, I had to go to India. Every time I was in India, I used to call back and I talked to my husband and also my daughter. Did you remember to water the plant? Because only the person who planted the plant has a desire that fruit should come out. And only that person want to water it and give every nutrients it needs. So that because the desire of the planter or the gardener is that this plant should grow up, it shall bring forth fruit, and it want to see it. So when I am going there, call my daughter Christine Moon, and also this is Percy Moon. My daughter used to say, Mom, you have, 3 sons now. One is Caleb Moon, Christine Moon, and Percy Moon. And she used to say those things. But as a planter, as a gardener, when I put the plant, my desire was, this plant should grow. It should bring forth fruit. So anything I want to do, I want to do it for the plant, so that it will get the nutrients what it needs, and so that it can grow at the right time, so that it can bring forth fruit at the right time. In the same way, we all, are the plant by God. We are planted by God, and we shall produce fruit, as dear Rigel brother says. One thing I always, when I go to work, I want to make a point that at least to one person, I want to mention about Jesus Christ. I want to talk about God. We all know, in America, most of the people doesn't love God. Many people doesn't like to hear about God. But we have to share about the love of God. Even if they like or do not like, we have to tell them about there is a God who loves them. അതുകൊണ്ട് ഈ വാക്യത്തിൽ തന്നെ പറയുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന. അതായത് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളിൽ ഫലം ആഗ്രഹിക്കുമ്പോൾ ഫലം കായ്ക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ഈ ചെടികളൊക്കെയും വെക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഇത്ര മാസങ്ങൾക്കുള്ളിൽ തണുപ്പ് വരും. അതിനു മുമ്പ് അതില് ഫലം ഉണ്ടാകണം, അത് നമ്മൾ പറിച്ചെടുക്കണം. അതിനുള്ള ആ ഒരു ആഗ്രഹത്തോടെയാണ് നമ്മൾ അത് നടുന്നത്. ആ ചെടിയിൽ അത് നല്ലപോലെ ഫലം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത വർഷം അത് വെക്കണ്ട, കാരണം ഈ കാലത്തിനുള്ളിൽ നമുക്ക് അതിൽ നിന്നുള്ള ഒരു ഫലം ലഭിക്കത്തില്ല. അതുകൊണ്ട് നമുക്കിനി ആ ചെടി അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും നട്ടിട്ട് വലുതായിട്ട് പടർന്ന പൂവൊക്കെ ആയിട്ട് ഒത്തിരി നിൽക്കും. തണുപ്പ് ആവുന്നിടം വരെ അതിലൊന്നും കായ്ക്കത്തില്ല. തണുപ്പ് അങ്ങോട്ട് ആയി വരുമ്പം പൂവും ചെറിയ കായും ഉണ്ടാകും, പക്ഷെ അതിൽ നിന്നൊന്നും പറിക്കാൻ സാധിക്കത്തില്ല. അത് ഏറ്റവും വെട്ടിക്കളയും. അതുകൊണ്ട് തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Here we read in the verse itself, such a kind of plant planted by the river, it will bring forth its fruit in its season. There's a key thing. You shall bring forth fruit in its season. If you don't bring forth fruit in its season, it's of no use. As a gardener, I have planted, certain plants,
But what happens is, we know in America, we have around 4 months of summertime. And when it comes, if you don't plant it on the right time, if it doesn't go through the right season, if it doesn't bring food, what happens is then winter will come. I had certain plants I planted. By the time all through the summer, this does not bring forth any flower or any seed. But it comes around close to September or around close to October, it starts giving flower. It brings forth small seeds in it. But what happens is, by the time winter will come and none of this flower or none of this, fruit will remain on that plant. And finally, I decided not to plant it anymore. I will cut it off. Same way, God plans you and me in this world that we may bring forth fruit in its season. In its season. You all know that we have seasons of life. We are different type of seasons. But a child of God who's planted by God, who's planted by the river, and who's meditate upon the law of God all the time. Peculiarity about that type of believer is this: in every season they will bring forth fruit. No matter it's a good season or a bad season, it will bring forth fruit. You need to know that God is looking fruit in you. You know about the story of the fig tree, where Jesus was looking at the fig tree. It was full of leaves, but there was no fruit. And you know what happened in the end? Jesus cursed the tree. And next time when they were coming back, they saw the fig tree completely withered and dried out. God has planted you in this earth, and God is looking fruit from you. And God wants us to be people, who grow and bring forth fruit in its season. അതിനെ ആ മൂന്നാം വാക്യത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അത് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, പല പ്രവൃത്തികളും ചെയ്യും, എന്നാൽ അതില് ഒരു ഫലം ലഭിക്കാത്ത പല പ്രവൃത്തികളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. കാര്യം, പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പല പരീക്ഷകൾക്ക് മീൻസ് ഫ്യൂച്ചറിൽ അവർ പോകുമ്പോ ആ ഒരു എക്സാം എഴുതിയാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. അങ്ങനെ ചിലപ്പം ആ എക്സാമിന് പോയിട്ടാൽ പാസ്സായില്ലെന്ന് വരാം, പാസ്സായാലും അതിന് തക്കതായിട്ടുള്ള ഒരു പ്രതിഫലം അതിൽ നിന്ന് ലഭിച്ചില്ലെന്ന് വരാം. അതുപോലെ എന്നാൽ ഇതിനകത്ത് നീതിമാനായ യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ദൈവം പറയുന്നത്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്ത് അവനത് തൊട്ടാലും, ഏതൊരു പ്രവൃത്തിക്ക് പോയാലും അതൊക്കെ സാധ്യമാക്കും. അതിൽ നിന്നൊരു നന്മ, അതിൽ നിന്നൊരു അനുഗ്രഹം ആ ദൈവത്തിൽ നിന്ന് അവന് ലഭിക്കും. If you look at that verse in the end of 3rd verse, it says, and whatsoever he doeth shall prosper. Look, if you don't, walk, according to the counsel of wicked, if you don't stand in the way of sinners, if you don't sit in the seat of mockers, but if you rejoice in the word of God, and if you be a plant planted by the river, and if you're a tree which grows and produces fruit, what will, your outcome be? Whatever you do, it shall prosper. We all know that we do many things. We go to school or we appear for, a certification exam. Many times we work hard, everything, but we go to appear to the exam and we fail. Many times we don't get results from what we do. You know why? Because here we see that, we don't grow according to the will of God. Whatever you do will never prosper. That is why today, this year, God says, my child, we have to grow. We have to grow unto the head Christ. Christuwagana talivalam valanam. Valarunavar. Whoever grows, whatever he does shall prosper. That is what the word of God says. ഈ അധ്യായത്തിൽ 2-3 വാക്യങ്ങളില് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ 4-5 വാക്യത്തില് ദുഷ്ടന്മാരെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. നമുക്കറിയാം, ഒരു പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ ധാന്യങ്ങൾ കൂട്ടിയിട്ട് അതിൽ നിന്ന് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളെ വേർതിരിക്കാനായിട്ട് അവര് വലിയ ഇതുകൊണ്ട് വീശി നെൽമണികള്, ഗോതമ്പ് മണികള് അതിൽ നിന്നൊക്കെ പതിരായിട്ടുള്ള അന്നേരം തന്നെ പറന്ന് ദൂരങ്ങളിലേക്ക് പോകും. അല്ലെങ്കിൽ അടുത്ത് കിടന്നാൽ അത് തൂത്തുകൂട്ടി അന്നേരം അത് കത്തിച്ചു കളയും. കാരണം അതിനകത്ത് വെയിറ്റ് ആയിട്ടൊന്നുമില്ല. കാരണം വെയിറ്റ് ഇല്ലാത്തത് ആ ചെറിയ കാറ്റിലും പറന്നു പോകും. എന്നിട്ട് നമ്മള് ദൈവമക്കളാവുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തില് ദൈവഹിതപ്രകാരം നമ്മളിൽ എന്ത് നന്മയുണ്ട്, നമ്മളെ ദൈവം തൂക്കി നോക്കിയാല് നമ്മളെ അതുപോലെ കാണപ്പെടുമോ, ആ പതിര് പോലെ നമ്മളെ തീക്കൂനയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. Dear ones, if you look at that psalm,
second and third verse, it talks about a righteous person. But the fourth and fifth verse is a contrast about the wicked. It says about the wicked up there like this. They are like a chaff. A chaff is a part of grain which doesn't have a grain inside. It looks like it has grain, but it doesn't have a grain inside. Only the cover, only the shell. Inside there is nothing. It doesn't have weight. So when wind blows, it will fly away. And Bible teaches that at the time of harvest, the good grain will be gathered at one place, and the chaff will be gathered at a different place. What is the end of chaff? The end of chaff is it will be burned to ashes. It will be burned to ashes. In the same way, when God has planted you and me in this world as His plan, God wants you to grow, and God wants you to produce fruit that lasteth. Fruit that lasteth. Fruit which has grain, which has weight. But if you only produce chaff, your end will be, Bible says, you will be, set apart, and you will be, separated, and you will be thrown into fire. So today, as we are listening to the word of God, God wants us to not only just produce food, but food that lasted, which has weight, which has grain in it. അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദൈവം നീതിമാന്മാരുടെ വഴി അറിയുന്നത് കൊണ്ട് അവർക്കൊരു ശുഭ പര്യവസായിയായിട്ട് അവരെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. ഈ ലോകത്തിലെ പരിഹാസികള്, ആദ്യം പറയുന്ന ദുഷ്ടന്മാരെ, പാപികള്, പരിഹാസികള്, ദൈവമക്കളെ കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയും പറഞ്ഞ് നമ്മള് പലപ്പോഴും നമുക്കല്ലേ നമ്മുടെ ജീവിതകാലത്ത് അത് കാണുവാൻ സാധിക്കത്തില്ലായിരിക്കും. എന്നാല് ഒരു ദൈവമക്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോള്, അല്ലെ ഒരു അപകടം വരുമ്പോള്, രോഗങ്ങൾ വരുമ്പോള് പരിഹാസികള്, പാപികള് അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ലേ, അവർക്ക് അങ്ങനെ വന്നത് കണ്ടില്ലേ? എന്നാല് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നവരുടെ വഴിയോ നാശകരമാവുന്നു. എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട്. അതില് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം, ആ ദൈവത്തിന് മുമ്പിൽ സകലതും നഗ്നവും മലർന്നവുമായിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയും. നമുക്ക് മനുഷ്യരുടെ മുമ്പില്, കൂട്ടുകാരുടെ മുമ്പില്, വീട്ടിലെ മാതാപിതാക്കളുടെ മുമ്പില്, മക്കളുടെ മുമ്പില് എല്ലാം മറയ്ക്കാൻ പറ്റും. എന്നാല് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊന്നും മറയ്ക്കാൻ കഴിയത്തില്ല. നമ്മുടെ ഹൃദയം തുറന്ന പുസ്തകം പോലെ ആയിരിക്കുമ്പോൾ, നമ്മളെ മുഴുവനുമായിട്ട് വായിച്ചറിയുന്ന ഒരു ദൈവം നമ്മളെ അറിയുമ്പോൾ, ആ നീതിയോടെ നടക്കുന്നവർക്ക് വേണ്ടി നന്മ വരുത്തുന്ന ഒരു ദൈവം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാവുന്നു. In the last verse it reads like this: a man who grows, a grown-up believer will always know about this fact. No matter whatever way you walk, whatever situation you go through, probably people might be making fun of you, and probably you're going through some, valleys in your life. Probably the wicked person may make fun of you, seeing it, and they will make all kinds of, awkward things towards you. But one thing, if you're a believer who's grown up unto the Christ's head, will know about one thing for sure, because he will know that God knows His ways. He would know that, I'm in the valley. That's what Psalmist 23, Psalmist says, yea, even though I walk through the valley of shadow of death, you will be with me. So God knows a righteous person's way. Even if it's a mountain top, or even if it's a valley. But for the worldly man, it's not like that. He may look at you and he may make fun of you. He may talk about you here and there. But don't worry. Don't get offended by that. Because you will know, if you're grown up, you will know one thing for the fact. Because you will know that God knows your ways. Even when you're sad, even when you're crying, even when you're walking through the valley of shadow of death, even when you're on mountain top, God knows the ways of the righteous. But wicked is not like that. Bible says, their way shall be destruction. God doesn't know them. God's care will be not with them. You need to know, I don't know what you go through today morning in your life. I don't know what you face in your life. But one thing you need to know, if you're a righteous person, planted by the, riverside, delighting in God's words, who doesn't, walk in the counsel of the wicked, or standeth, in the, ways of the sinners, or sit in the seat of mockers, but who delighteth in the word of God, and lives according to His will, and who brings
forth fruit in all seasons, in good season and bad season. You need to know one thing: God knows your ways. He knows what you go through. He knows your pain. He knows you every sigh. The breath you take in, He knows. The breath you leave out, He knows. I mean, even before a word come in your mouth, He knows. Nothing is hidden from His sight. He sees your struggle. He knows your pain. But wicked is not like that. Their ways are completely destruction, because God's eyes are not upon them. That is why Psalm 121 says, the keeper of Israel neither slumbereth nor sleepeth, because He watches over Israel. If you are a good Israel, if you're a good righteous person, doesn't matter whatever you go through today as you're sitting here. If you've grown up, you will know that my God knows every path I walk. He sees every sigh I sigh. He sees every tears falling out of my eyes. Such kind of God will be with you, and He will know you. Such kind of care you will receive from the Lord, and your way will never perish. You shall prosper in your life. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരാകുവാൻ നമുക്ക് ഓരോ ദിവസവും ശ്രമിക്കാം. അങ്ങനെ ആയാൽ മാത്രമേ ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അത് വളർച്ച എന്ന് പറയുന്ന ഓരോ ദിവസവും ജനുവരി 1-ാം തീയതി നമ്മൾ കേൾക്കുന്ന കാര്യം. പെട്ടെന്ന് ഒരു ചെടി വെച്ച് പിറ്റേ ദിവസം അത് നമ്മൾക്കൊപ്പം ആയി അത് ഫലം കായ്ക്കുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്. ഓരോ ദിവസവും നടുന്നവർക്കറിയാം അതിന്റെ ആ ചെറിയ വളർച്ച. ഒരു ചെറിയൊരു നാമ്പ് വരുന്ന കാണുമ്പോഴത്തെ സന്തോഷം, അടുത്ത ദിവസം കുറച്ചുകൂടെ വളർന്നു നിൽക്കുന്ന കാണുന്നത്, അങ്ങനെ അതിൽ പൂവാകുമ്പോൾ കായാവുന്ന പോലെ. അതുകൊണ്ട് ആ ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ദൈവകരത്തിൽ നമ്മളെ സമർപ്പിക്കുക. അതുപോലെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതിരിപ്പാണ്. പലപ്പോഴും ദൈവമക്കളാകുന്ന നമ്മൾക്ക്, എനിക്ക് പ്രത്യേകം തോന്നാറുള്ള ഒരു കാര്യമാണ്, ജോലിയിലും പലയിടത്തും മോളും അങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന പോലെ നമുക്ക് എപ്പോഴും തോന്നും. കാരണം എല്ലാത്തിലും നമ്മളെ ഉൾപ്പെടുത്താറില്ല. അത് അങ്ങനെ പറയും, അത് സൂസം കേൾക്കേണ്ട കാര്യമല്ലോ. നമ്മളോട് എല്ലാരും കൂടി ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയും, അത് സൂസം കേൾക്കണ്ടാത്തതാണ്. അത് ഞാൻ പറയാം, നല്ല കാര്യം. അങ്ങനെ നമ്മളെ എല്ലാ കാര്യത്തിലും അവർ ഉൾപ്പെടുത്താറില്ല. അത് പരിഹാസികളോ മറ്റുള്ളവരെ കുറിച്ച് പരിഹസിക്കുന്നതായിരിക്കാമെന്ന് നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാം. അതുകൊണ്ട് ദൈവവഴികളിൽ നടന്ന് ദൈവത്തിന് വേണ്ടി ഫലം കായ്പാൻ, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന്. Amen. Dear ones, as the word of God speaketh in verse number 1, as a blessed man, as a blessed woman, let's not walk in the counsel, according to the counsel of the wicked. Let's not stand in the way of the sinners. Let's not sit in the seat of mockers. If you're a true believer, sometimes the world will single you out. They may not include you in everything. They may not talk everything to you. Even my, job, I've seen, people talking, and when I go and ask, what is it? Oh, you don't have to know about it. Because probably they might be mocking someone, but God doesn't want you to be there. When you are singled out, don't worry about it. Be fruitful. Rejoice in the word of God. Bring forth fruit in season and out of season, and God will never let you down. And God will know your way. He will always be with you, and He shall bless you, that every way, you go shall prosper. And let us surrender ourselves before this word to be fruitful, to grow up to the head Christ this year. May God bless each and every one of us with this psalm. Hallelujah, hallelujah.